ആൽബർട്ട് ഐൻസ്റ്റീൻ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ കേട്ടിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്രയും ഫേമസ് ആവാനായിട്ടുള്ള കാരണമെന്ന് അറിയാവോ? നമുക്ക് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആൽബർട്ട് ഐൻസ്റ്റീൻ ജനിച്ചത് 1879 മാർച്ച് 14 ജർമ്മനിയിലുള്ള വുൾട്ടൻബർഗിലാണ്. അദ്ദേഹത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ജർമ്മൻ വംശജനായ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. ആപേക്ഷികതയുടെ പ്രത്യേകവും പൊതുവായതുമായ സിദ്ധാന്തങ്ങൾ വികസിപ്പിക്കുകയും ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് അദ്ദേഹം. 1921 ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വിശദീകരണത്തിനായി 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഭൗതിക ശാസ്ത്രജ്ഞനായാണ് ഐൻസ്റ്റീൻ പൊതുവെ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ദ്രവ്യവും ഊർജവും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള സമവാക്യമായ E=mc², ഇത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സമവാക്യങ്ങളിൽ ഒന്നാണ്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം ഈ സമവാക്യമാണ്. 1921 ഇദ്ദേഹം ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹനായി. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സംബന്ധിച്ച പുതിയ നിയമ രൂപവൽക്കരിക്കുന്നതിനും ഈ പുരസ്കാരം ലഭിച്ചത്. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വചിത്രമാണ് ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകം. ഈ പട്ടികയിൽ 10-ാം സ്ഥാനം ഐൻസ്റ്റീൻ ആണ്. 1999 ടൈം മാഗസീനിൽ പേഴ്സൺ ഓഫ് ദ സെഞ്ചുറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒഴിവു സമയത്ത് അദ്ദേഹം സ്വന്തം ഭൗതിക പരീക്ഷണങ്ങളിൽ മുഴുകി. 1905 5 ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. അതിലെ വിപ്ലവകരമായ ചില ആശയങ്ങൾ ശാസ്ത്ര ലോകത്തെ പിടിച്ചു കുലുക്കി. അതിലൊരു പ്രബന്ധം പ്രശസ്തമായ ആപേക്ഷിക സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയിരുന്നു. അതിൽ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ കേവലമായ ചലനം ഒരു മിഥ്യയാണെന്നും ആപേക്ഷികമായ ചലനം മാത്രമേ ഉള്ളൂ എന്നും അദ്ദേഹം വാദിച്ചു. മറ്റൊരു പ്രബന്ധത്തിൽ അദ്ദേഹം വസ്തുവും ഊർജവും തമ്മിലുള്ള ബന്ധം ചർച്ച ചെയ്തു. ഈ പ്രസിദ്ധ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1945 ആറ്റം ബോംബ് ഉണ്ടാക്കിയത്. 1906 സൂറിച്ച് സർവകലാശാല അദ്ദേഹത്തെ പ്രൊഫസറാക്കി. 1916 അദ്ദേഹം ആപേക്ഷികതയുടെ പൊതു സിദ്ധാന്തം ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസിദ്ധീകരിച്ചു. അത്യന്തം സങ്കീർണമായിരുന്നു ഈ സിദ്ധാന്തം. അന്ന് ലോകത്തിലെ 4 ശാസ്ത്രജ്ഞന്മാർക്കേ മനസ്സിലായിരുന്നുള്ളൂവെന്ന് പറയപ്പെടുന്നു. ഇത് അദ്ദേഹത്തെ ഒരു മഹാശാസ്ത്രജ്ഞനാക്കി മാറ്റി. 1921 അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന്റെ പ്രഭാതത്തെക്കുറിച്ചുള്ള പഠനമാണ് ഐൻസ്റ്റീനെ നോബൽ സമ്മാനത്തിന് അർഹനാക്കിയത്. 1933 ഹിറ്റ്ലറുടെ ക്രൂരതകൾ മൂലം അദ്ദേഹം യൂറോപ്പ് വിട്ടു. അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാല അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്ഥാനം നൽകി. 1940 അദ്ദേഹം അമേരിക്കയിൽ പൗരത്വം സ്വീകരിച്ചു. ജീവിതം മുഴുവനും അദ്ദേഹം കണക്കിലെയും ഭൗതിക ശാസ്ത്രത്തിലെയും സങ്കീർണമായ സമസ്യകൾക്ക് ഉത്തരം തേടിക്കൊണ്ടിരുന്നു. സ്നേഹശീലനും സൗമ്യനുമായിരുന്ന അദ്ദേഹം യുദ്ധവിരോധിയായിരുന്നു. ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ മനുഷ്യ നന്മയ്ക്ക് ഉപയോഗിക്കണമെന്ന് അദ്ദേഹം ശക്തിയായി വാദിച്ചു. 1955 ഈ മഹാപ്രതിഭ പ്രിൻസ്റ്റൺ ആശുപത്രിയിൽ വെച്ച് ഉറക്കത്തിൽ അന്തരിച്ചു.